ഇപ്പൊ ഭയങ്കര ഗ്ലാമർ ആയിട്ട് വരുന്നുണ്ടല്ലോ, എന്താ അതിന്റെ രഹസ്യം? ഞാൻ ഈ ഫേസ് മസാജ് ചെയ്യുന്നുണ്ട്. ആ, ഇപ്പൊ കല്യാണമൊക്കെ 2-3 പോയി കാണാൻ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, അതെന്തായോ, ഓക്കെ ആയോ? അത് ചിലത് നമ്മുടെ ജോലി വെച്ച് അത് കിട്ടുന്നില്ല. ആ, നമുക്ക് ടി വി പ്രോഗ്രാം, സിനിമ അഭിനയം അതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ആ, ഒരെണ്ണം പോയാൽ 10 വരുമെന്നല്ല. നമുക്കിപ്പോൾ 10-15 ആലോചന വന്നു കഴിഞ്ഞു, ഇനി ഒരു 10-30 കാണാനുണ്ട്. അല്ലാണ്ട് രഹസ്യമായിട്ടൊക്കെ കാണാനൊക്കെ ഉണ്ട്. കാരണം ഗൾഫ് പ്രോഗ്രാംസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. അടുത്ത മാസം ഗൾഫില് പ്രോഗ്രാം ഉണ്ട്. ഷാർജ, ഖത്തർ, ഒമാൻ, ബഹ്റിൻ, ദോഹ, പിന്നെ പഞ്ചാബ് അല്ല, മുംബൈ, ഹൈദരാബാദ്, ബാംഗ്ലൂരൊക്കെ ഒരുപാട് രാജ്യങ്ങൾ മാത്രമല്ല, ഈ സ്ഥലങ്ങളിൽ ജില്ലകളല്ല, ഇത് കേരളത്തിന് പുറത്താണല്ലോ. മറ്റേ ഈ ബാംഗ്ലൂർ ആണെങ്കിലും, പിന്നെ എന്താണ്, ഹൈദരാബാദ് ആണെങ്കിലും, പൂനെ ആണെങ്കിലും ഒക്കെ പോകുന്നുണ്ട്. പിന്നെ കുളു മണാലി, പിന്നെ എന്താണ്, ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, താങ്കളുടെ കല്യാണത്തിൽ ഒരുപാട് പേര് പേടിക്കുന്നുണ്ട്, അതിനെ കുറിച്ച് എന്താ? മലയാള സിനിമയിൽ കുറെ പേര് നമുക്ക് പണി വെക്കുന്നുണ്ട്. ആരാന്ന് എനിക്ക് അറിയാൻ പാടില്ല, ചെറിയ നടന്മാരായിരിക്കാം. കാരണം പലരും നമ്മള് അവന് പെണ്ണ് കൊടുക്കാൻ പാടില്ല, അവൻ പൊട്ടാണ് വേണ്ടെന്നൊക്കെ പറയുന്നതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ മലയാള സിനിമയില് നായക നടനല്ല. അല്ലേ? അതെ, അത് കറക്റ്റ് അല്ലേ? എന്നിട്ടും ജനങ്ങൾ എന്നെ ആരാധിക്കുന്നു പലരും. ചില ആൾക്കാർ, എല്ലാവരും ഒന്നും പറയുന്നില്ല. ഞാനിന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഞാനൊരു കാര്യം പറയാം, മാങ്ങയുള്ള മരത്തിലെ കല്ലെറിയുള്ള ആൾക്കാർ, അപ്പൊ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഈ ആരാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ ടൊവിനോ, ഉണ്ണി മൂന്തൻ, അവരെ കാണുമ്പോൾ സെൽഫി എടുക്കുമ്പോ ആൾക്കാര് ഇപ്പൊ എന്നെയും കാണുമ്പോൾ സെൽഫി എടുക്കാറുണ്ട്. ഇതിന് തമ്മിലുള്ള വ്യത്യാസം എന്താ നിനക്ക് മനസ്സിലാക്കി? അവരെങ്ങാട്ട് ഒരുപാട് വളർന്നു എനിക്ക് തോന്നുന്നുണ്ട്. വളർന്നോന്നല്ല, ഫെയിം ഉണ്ട്. വളർന്നു തന്നെ പൈസയിൽ ഇപ്പോ നമുക്ക് ഒരു മാസം 5 ലക്ഷവും ശമ്പളവും ഇല്ല, എന്നാലും 1 ലക്ഷത്തിന് മുകളിലുണ്ട്. അതെങ്കിലും ഉണ്ടല്ലോ. കാരണം ഒരു സാധാരണക്കാരൻ, ഒരു കൂലിപ്പണിക്കാരന്റെ വീട് എന്തോരം രീതിയിലാണ് പോകുന്നതെന്ന് നമുക്കറിയാം. നിനക്കറിയാലോ, നിനക്ക് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളല്ലേ, തേവരല്ലേ വീട്. അവിടെയൊക്കെ ഒരു ഓട്ടോറിക്ഷക്കാരന് ഒരു ദിവസം എത്ര രൂപ കിട്ടും, ഒരു മാസം എത്ര കിട്ടും നിനക്കറിയോ? പറയാൻ പറ്റുമോ? ഒരു ദിവസം എങ്ങനെ വന്നാലും ഒരു 1000 രൂപ പെട്രോൾ കാശും എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്നത് ഒരു ദിവസം 2000-ന് മുകളിലാണ്. അപ്പൊ അതിനെ കൂടെ നിനക്ക് എന്താ പറയാനുള്ളത്? 2000-ന് മുകളിലല്ല, ഒരു ദിവസം 10,000 രൂപ അല്ല, ചില സമയത്ത് 2000-ന് താഴെ മുകളിലൊക്കെ ആയിട്ട് വരും. എന്നാലും പേയ്മെന്റ് കിട്ടുന്നുണ്ട്. പക്ഷെ പേയ്മെന്റ് കിട്ടുന്നതും ആൾക്കാർക്കത് സഹിക്കുന്നില്ല. ചിലർക്ക് ഇങ്ങനെ കിട്ടിയിട്ട് എന്താ കാര്യം, ഇങ്ങനെ ഇപ്പൊ ഏത് വയലിപ്പോ ഞാൻ പറയട്ടോ, ഈ മദ്യവും മയക്കുമരുന്നും പെൺമാണിപ്പ റാക്കറ്റൊക്കെ ഉണ്ടല്ലോ ലോകത്ത്. അപ്പോ അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ പൈസ സമ്പാദിക്കുന്നു, അല്ലേ? ആണോ? നമ്മൾ ആരെയും കൊന്നോ പിടിച്ചു പറിച്ചിട്ടോ വല്ല ബാങ്ക് റോബറി ചെയ്തിട്ടാണോ പൈസ ഉണ്ടാക്കുന്നത്? അല്ല, മാന്യമായിട്ട് എന്തെങ്കിലും വിശ്വസ് വീഡിയോസ് ചെയ്യുക, പേയ്മെന്റ് വാങ്ങിക്കുക, കാര്യങ്ങള്. അപ്പൊ അതില് നമുക്ക് വലിയ രീതിയിലുള്ള ഒരു ടാക്സ് വരാൻ സാധ്യതയുണ്ട്. ചെറിയ എമൗണ്ടല്ലേ മേടിക്കുന്നത്. കാരണം സിനിമ നടന്മാര് മേടിക്കുന്നത് ഒരു പടത്തിന് 20 ലക്ഷത്തിന് മുകളിലും 1 കോടിക്ക് മുകളിലൊക്കെയാണ്. അത് പിന്നെ ചില പ്രോഗ്രാമിന് പോകുമ്പോ മാത്രമാണ് 30K 20K ഒക്കെ വാങ്ങുന്നത്. അതിനോട് നിനക്ക് എന്താ പറയാനുള്ളത്? നമുക്ക് 30K 20K തരുന്നത് നീനൊക്കെ അറിയാലോ, നീ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വളർന്നു വന്നു. അതില് ഒരുപാട് പേർക്കും ഒരു മാസം 10,000 രൂപ ഉണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത് നിനക്ക്? ജൂനിയർ ആർട്ടിസ്റ്റുകളെ മുതലെടുക്കുന്നുണ്ട് ഒരുപാട് പേര്. 550 രൂപ 600 രൂപ കൊടുത്ത് ബാലൻസ് കാശ്. ഈ കോമൺ കളിച്ചാണ് അലിൻ ജോസ് പെരേരയും സന്തോഷ് വർക്കിയും പൈസ ഉണ്ടാക്കുന്നു പലരും പറയുന്നുണ്ട്. ഈ എന്തായാലും നീ നിനക്ക് ഒരു തോന്നുന്നുണ്ടോ, ഒരിക്കലും സന്തോഷ് വർക്കിക്കും അലിൻ ജോസ് പെരേരയ്ക്കും ജീവിതത്തിൽ ഒരു പെണ്ണില്ലായിരുന്നു? ഇപ്പൊ കഴിഞ്ഞ ദിവസം അച്ചായൻ കിട്ടി. അച്ചായനും തമാശയൊക്കെ ചെയ്ത് നിന്നായിരുന്നു. കാരണം നമ്മുടെ തൊപ്പിനൊപ്പം ഒരുപാട് കോമഡി റീലൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ് അച്ഛൻ്റെ ജീവിതത്തിലേക്ക് വന്നു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ എങ്ങനെയാണ് വേണ്ടത്? നീ എന്ത് തോന്നുന്നുണ്ട്? എനിക്ക് ഒരുപാട് പേര് അച്ഛൻ്റെ റീല് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ഒരു ദിവസം നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞ ഒരുപാട് ലേഡീസ് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. പെണ്ണ് കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. പെണ്ണ് ഒരു സമയമാകുമ്പോൾ ഇപ്പോൾ ഒരു ഹോട്ടലിൽ പോയിട്ട് നമുക്കൊരു കുഴിമന്തി മേടിച്ച് കഴിക്കാം.
200, 300, 600 കൊടുത്ത് മേടിച്ച് കഴിക്കാം. പക്ഷെ കല്യാണം വേണമെങ്കിൽ അതുപോലെ കഴിക്കാം. ഇപ്പൊ എഗ്രിമെന്റ് വ്യവസ്ഥയിൽ വേണമെങ്കിൽ നമുക്ക് ഒരു പെണ്ണിനെ വിളിച്ചിട്ട് ഇത്ര പൈസ, ഇത്ര ലക്ഷങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് വരും. അത് ഒരു സുരക്ഷിതമാവില്ല അല്ലെ. നമുക്കൊരു സമയമാകുമ്പോൾ ഇപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ മാറ്റങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പൊ ഞാൻ തിയേറ്റർ റിവ്യൂ നിർത്തി വനിതയിൽ. പിന്നെ വേറെ തിയേറ്ററിൽ പോകുമ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ മീഡിയാസ് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും മാന്യമായിട്ട് റിവ്യൂ കൊടുക്കും. ഇപ്പൊ മറ്റേത് നിർത്തിയല്ലോ, തിയേറ്റർ കോമ്പൗണ്ടിൽ കിടന്നുള്ള ഡാൻസ് നിർത്തിയല്ലോ, അലമ്പ് ഡാൻസ്. പിന്നെ നമ്മള് ഡാൻസ് കളിക്കും എന്ന് പറഞ്ഞാൽ നടിമാരെ വിളിക്കുമ്പോൾ നടിമാരൊപ്പം ഡാൻസ് ചെയ്യാറുണ്ട്, അതില്ലെന്നല്ല പറയണം. പക്ഷെ നമ്മളെ മനസ്സിലാക്കുന്ന ഈ കലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നെങ്കിൽ ഒരു മോഡലോ അല്ലെങ്കിൽ ആ ഒരു സിനിമയെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ടല്ലോ. ഇപ്പൊ റീൽസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, റീൽസ് ചെയ്യുന്ന, അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരുപാട് IT ഫീൽഡിലെ ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഗൾഫ് രാജ്യങ്ങളിലും ഉണ്ടാവും. അപ്പൊ അവര് എന്തായാലും നമുക്ക് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏതായാലും കല്യാണമാണ് എല്ലാരും കാത്തിരിക്കുന്നത്, അത് ഉടനെ ഉണ്ടാവും. എന്തായാലും ഒരു തീപ്പന്തോ ആയിരിക്കും എന്റെ കല്യാണം. കാരണം കേരളക്കാരെ പേടിക്കുന്ന ഒരു കല്യാണമായിരിക്കും. വിളിക്കില്ല, ആരെയും വിളിക്കില്ല, പെട്ടെന്നായിരിക്കും. അച്ഛൻ നടത്തിയ പോലെ പെട്ടെന്നുള്ള കല്യാണമായിരിക്കും. കാരണം ഇടക്കൂച്ചി തങ്കിക്കാരൊക്കെ പേടിക്കുന്ന രീതിയിലായിരിക്കും കല്യാണം വെക്കുന്നത്. കാരണം ഇത് ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്തുന്നു. കാരണം എന്റെ അമ്മൂമ്മ പറഞ്ഞൊരു വാചകമുണ്ട്, ഇപ്പൊ പറയട്ടെ. അല്ലെന്ന് എന്റെ അമ്മൂമ്മ പറഞ്ഞേ ഒരു പക്ക പോക്കത്തരോ പറഞ്ഞത്, പെണ്ണ് കെട്ടിയില്ലെങ്കിൽ സ്വന്തം അമ്മേനെ പോയി കെട്ടാൻ. അത് മോശമല്ലേ? എന്നോട് പറഞ്ഞു അമ്മേനെ പോയി കെട്ട്, അനിയത്തിനെ പോയി കെട്ടെന്നൊക്കെയാ പറഞ്ഞത്. സംസ്കാരമില്ലായ്മയാണ് കേരളത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള കാര്യം. കാരണം ഈ ഒരു സംഭവം ഇടക്കിടക്ക് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന്റെ പ്രോസസ്സ് തുടങ്ങിയത്. അപ്പോ പിന്നെ എൻ്റെ അമ്മയുടെ അമ്മ മറിയക്കുട്ടി അമ്മ പറഞ്ഞു, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണിന് കൊടുക്കുന്നത് മണ്ണാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം നിന്നോട് ഞാൻ ചോദിക്കാനുള്ള, നിനക്ക് ഞാൻ എല്ലാ ദിവസവും ഞാൻ നിന്നോട് മിക്കപ്പോഴും ഞാൻ നിന്റെ ഒപ്പം നടക്കാറുണ്ട്. നിനക്ക് ഞാൻ മണ്ണാണോ തിന്നാൻ തരുന്നത്? നിനക്ക് എന്താ മേടിച്ചു തരുന്നത്? അപ്പൊ നിനക്കൊക്കെ നല്ല രീതിയിലുള്ള ലക്സറി ഫുഡ് മേടിച്ചു കൊടുക്കുമ്പോൾ എനിക്കൊരു നാളൊരു പെൺകുട്ടി ജീവിതത്തിലേക്ക് വന്നാലും ഫുഡ് കൊടുക്കുമെന്ന് പറയാൻ പറ്റുമോ? അതായത് കുക്കിങ്ങും അറിയാവുന്ന ഒരാളാണ്, പാചകം അറിയാം. പാചകം ചെയ്യാൻ വേണ്ടി എല്ലാവരും കല്യാണം കഴിക്കുന്നത്. കല്യാണം ഉടൻ തന്നെ കഴിക്കും. ആൾക്കാർ ഞെട്ടാൻ പോവുകയാണ്. അപ്പൊ സന്തോഷ് വർക്കിന്റെ അലിൻ ജോസിന്റെയും കല്യാണം ഉടനുണ്ടാവും. രണ്ടുപേർക്കും പെണ്ണ് കെട്ടും. രണ്ടുപേർക്കും ജീവിതത്തിൽ ലക്ഷ്യം ഉണ്ടാകട്ടെ. ഗൾഫിലേക്ക് പറക്കുകയാണ് അടുത്ത മാസം. എല്ലാവിധ പ്രാർത്ഥനയും വേണം നിങ്ങൾക്ക്. നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ടാവും. പുതിയ സിനിമ അഭിനയിക്കുന്നുണ്ട്. 2 ഇറങ്ങാനുണ്ട്. ഗുലാം തട്ടുകട, സോലവിസ്കി ഇറങ്ങാനുണ്ട്. പിന്നെ ബാഡ് ബോയ്സ് OTT ഉടനെ ഇറങ്ങും. എല്ലാവിധ പ്രാർത്ഥനയും വേണം നമ്മളൊപ്പം. ഞാൻ ആക്ടറാണ്. പിന്നെ ഒരുപാട് പ്രോഗ്രാം ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു. കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് വിഷ്ണു കൊച്ചിക്കാരനുള്ളതുകൊണ്ട് ലൈഫ് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. കല്യാണം കഴിച്ചാലും കൂടെ കൂട്ടാനായിട്ടുള്ളൊരു കൂട്ടുകാരനെ പോലെ പുള്ളി ഉണ്ടാവും. കാരണം ഞാൻ കാറ് മേടിക്കും മെയ് മാസം. അപ്പോൾ അതിലൊരു ഡ്രൈവർ വേണമല്ലോ. അപ്പോൾ ഡ്രൈവർ മാത്രമല്ല, ഒരു കൂട്ടുകാരനെ പോലെ കൂടെ ഉണ്ടാവും. ഏത് പരാജയത്തിലും വിജയത്തിലും ഒപ്പം ഉണ്ടാവും വിഷ്ണു കൊച്ചിക്കാരൻ. പൈനാപ്പിൾ ആണ്. ഒപ്പം അലിൻ ജോസ് പെരേര സൈനിങ് ഓഫ് ഫ്രം അലിൻ ജോസ് പെരേര. ടാറ്റ, ബൈ ബൈ. ഇനി പുതുപുത്തൻ വിവാദങ്ങളുമായി വരുന്നവരെ ടാറ്റ.